ഇപ്പം നമ്മളുടെ കേരളയിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സപ്പോർട്ടുണ്ട്. ശ്രുതി തരംഗം പ്രോജക്റ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്ന പ്രോജക്ട്സ് ഉണ്ട്. അഡിപ് സ്കീം, അങ്ങനെ പല പ്രോജക്ട്സ് ഉണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹിയറിംഗ് സപ്പോർട്ട് കിട്ടും, നമുക്ക് ഇംപ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ ഇതൊക്കെ 3 വയസ്സിന് മുമ്പ് ചെയ്യണം. 3 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഈ പ്രോഗ്രാംസിലൊന്നും നമ്മളെ അഡ്മിറ്റ് ചെയ്യത്തില്ല. അപ്പം ഇതിന് മുമ്പ് തന്നെ നമ്മൾ കണ്ടുപിടിച്ച് ഇതിന് റീഹാബിലിറ്റേഷൻ എടുത്താൽ മാത്രമേ ഈ പ്രോഗ്രാംസിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇതിനെ ഇപ്പോൾ വരുന്ന എല്ലാ നമ്മൾ ചെയ്യുന്ന ഹോസ്പിറ്റൽസിലെല്ലാം ഓൾമോസ്റ്റ് കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് ഹിയറിംഗ് ലോസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ജനിച്ച് 3 ദിവസത്തിനുള്ളിൽ എല്ലാ കുട്ടികളും കമ്പൽസറി ആയിട്ട് ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. അത് ചെയ്തിരിക്കണം. ഇപ്പോൾ ഏതെങ്കിലും മാതാപിതാക്കൾ ഇത് കേൾക്കുന്നവർ കുട്ടികൾ ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് കുട്ടികളുടെ ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്തിരിക്കണം. കാര്യം നിങ്ങൾക്കൊരിക്കലും ചെറിയ ഹിയറിംഗ് ലോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ആ സ്റ്റേജ് ഓഫ് ലൈഫിൽ ചെറിയ ഹിയറിംഗ് ലോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അൺലെസ് ഒരു പ്രോപ്പർ സ്ക്രീനിങ് ചെയ്തില്ലെങ്കിൽ. കാര്യം കുട്ടികളോട് സംസാരിക്കാൻ റെസ്പോണ്ട് ചെയ്യും, കാര്യങ്ങൾ വരും. പക്ഷേ അവർക്ക് ചെറിയ ശബ്ദങ്ങൾ, കിളികളുടെ ശബ്ദം, നമ്മൾ സൈലൻ്റായിട്ട് വർത്തമാനം പറയാം, നമ്മൾ വാക്കുകൾ പറയുന്നതിൻ്റെ അകത്ത് എല്ലാ സൗണ്ടുകളും ഒരേപോലെ കേൾക്കുക, ഇതൊന്നും ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ അവരുടെ ബ്രെയിൻ അതനുസരിച്ചാണ് പഠിച്ചു വരുന്നത്. പഠിച്ചൊരു ബ്രെയിനെ മാറ്റിയെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പം അത് കുഞ്ഞിലേ തൊട്ട് കറക്റ്റായിട്ട് സെറ്റായി വന്നാൽ മാത്രമേ നമ്മളെ പ്രോസസ്സിൽ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ.